കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തത്, അതായത് ജാങ്കോൻ്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ, അതായത് ഇൻഡെക്സ് പേജ് റൺ ചെയ്യാൻ വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. അതായത് ഇങ്ങനെ ഒരു ഹലോ ഇവിടെ വന്നു അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ ബാക്കി നമുക്കൊന്ന് സൂപ്പർ യൂസറിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതെടുക്കുക. അപ്പോൾ അതിനുള്ള സംഭവം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഇതവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഈ മൈഗ്രേഷനൊക്കെ വരുന്നത് ഡാറ്റാബേസിൻ്റെ ഇതിലാട്ടോ വരുന്നത്. ഇനി നമുക്ക് മൈഗ്രേഷൻ ചെയ്ത് നോക്കാം. നോട്ട് ഡിറ്റക്റ്റഡ്, അതായത് നമ്മൾ മോഡൽസിലൊന്നും എഴുതിയിട്ടില്ല, അത് തന്നെ അവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. നമുക്ക് സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് അഡ്മിൻ പാനൽ നമുക്ക് കാണണ്ടേ, അത്ര തന്നെ ഉള്ളൂ. സോ സിമ്പിൾ. അപ്പോൾ യൂസർ നെയിം എന്താ കൊടുക്കുക, ഞാൻ അഡ്മിൻ കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാം കേട്ടോ. അഡ്മിൻ ഇമെയിൽ എൻ്റർ അമർത്തി കേട്ടോ. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ട് എൻ്റർ അമർത്തി. പാസ്വേഡ് ഞാൻ 1 2 3 4 5 1 2 3 4 5. അപ്പോൾ യെസ് കൊടുക്കാം. എന്ന് മൈഗ്രേഷൻസ് കൊടുത്തു. ഓക്കെ, നോ ചേച്ചി ഇന്നും മൈഗ്രേറ്റും കൂടി കൊടുത്തു. ഫൈൻ. അപ്പോൾ അത് ക്രിയേറ്റ് ആയി. നമുക്കൊന്ന് റൺ ചെയ്യാം. പൈത്തൺ manager.py റൺ സെർവർ. ഓക്കെ, ജാങ്കോൻ്റെ ഡിഫോൾട്ട് അഡ്മിൻ പാനൽ /admin കൊടുത്തു കഴിഞ്ഞാൽ വരും. അഡ്മിൻ ആട്ടോ, അഡ്മിൻ 1 2 3 പാസ്വേഡ് ഞാൻ കൊടുത്തത്, അത് വെച്ചിട്ട് കയറാം. ചെക്ക് ഇറ്റ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അഡ്മിൻ എന്നുള്ള യൂസർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അഡ്മിൻ പാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത മോഡൽസിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ, ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ജാങ്കോ ഡിഫോൾട്ട് ഒരു യൂസർ മോഡൽ നമുക്കുണ്ട് ഡിഫോൾട്ട്. അതിലെന്തൊക്കെയാണ് വരുന്നത്, അതിൽ നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ യൂസേഴ്സിൽ കയറി കഴിഞ്ഞാൽ ജാങ്കോ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇതൊക്കെ തരുന്നുണ്ട്. യൂസർ നെയിം വരുന്നുണ്ട്, പാസ്വേഡ് ഫീൽഡ് തരുന്നുണ്ട്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ അഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഡിഫോൾട്ട് അഡ്മിൻ മോഡലിൽ. ഓൾറെഡി ഡിഫോൾട്ട് അഡ്മിൻ മോഡലുണ്ട്. നമുക്ക് ഇതിൽ കൂടെ കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈലായിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മളൊരു പ്രൊഫൈൽ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ കംപ്ലീറ്റ് വേണം, യൂസറിനെ ഡിലീറ്റ് ചെയ്താലും പ്രൊഫൈൽ കംപ്ലീറ്റ് വേണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇവിടെ മോഡൽസ് ഉണ്ട്. മോഡൽസിൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് വ്യൂ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് എന്ന് പറഞ്ഞിട്ട് വ്യൂ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കോഡ് നമ്മൾ ജസ്റ്റ് നമ്മൾ സൈറ്റിലൊന്ന് കയറി വെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽസിൻ്റെ എഴുതി ഉണ്ടാവും. ഇതാക്കണം, മോഡൽസിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കോഡിൽ ഫ്രം ജാങ്കോ DB ഇമ്പോർട്ട് മോഡൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ യൂസർ മോഡലും കൂടി ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണതുകൊണ്ടാണ് നമ്മൾ ഫ്രം ജാങ്കോ ഓത് ഡോട്ട് ഈ ഒരു സംഭവത്തിൽ യൂസർ മോഡലിനെ ഇമ്പോർട്ട് ചെയ്യണം. അതൊക്കെയാണ് നമ്മളെ ബാക്കിയുള്ള ഫീൽഡുകൾ വരുന്നത്. എന്ത് ഫീൽഡ്, നമുക്ക് എന്തൊക്കെ ഫീൽഡ് വേണം, ഫുൾ നെയിം വേണം, അഡ്രസ്സ് വേണം, ഫോൺ നമ്പർ വേണം, പിൻകോഡ് വേണം, സംഭവങ്ങളൊക്കെ നമുക്ക് വേണം. ആ സംഭവം നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഞാനിതിങ്ങനെ എടുത്തിട്ട് ഓരോന്ന് പറഞ്ഞുതരാം. ഓക്കെ, ക്ലാസ് കൊടുത്ത് നമ്മൾ ഒരു പ്രൊഫൈൽ പറഞ്ഞൊരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ യൂസർ മോഡൽ 1 to 1 ഫീൽഡ് ആണ് നമ്മൾ കൊടുത്തത്. അതായത് നേരത്തെ പറഞ്ഞു യൂസർ മോഡലിൽ ഓൾറെഡി നമ്മൾ ഈ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം പോകണം. യൂസർ മോഡൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ യൂസർ ഡിലീറ്റ് ചെയ്യുമ്പോൾ യൂസർ പോകണം, പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ യൂസറും പോകണം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കും.
അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കാൻ വലിയ രീതിക്ക് ചിന്തിച്ച് കൂട്ടേണ്ട കാര്യമൊന്നുമല്ല. പിന്നെ ഫുൾ നെയിം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മറ്റേ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം നല്ല കൊടുത്തിരിക്കണം. ഇതൊരു ഫുൾ നെയിം. അതായത് മോഡൽസ് ക്യാരക്ടർ ഫീൽഡ് കൊടുത്തു, അതിൽ ലെങ്ത്തും കൊടുത്തു. അഡ്രസ്സ് എന്നുള്ളത് ടെക്സ്റ്റ് ഫീൽഡാണ്, അത് കൊടുത്തു. ഫോൺ നമ്പർ എന്നുള്ളത് ക്യാരക്ടർ ഫീൽഡ് യൂണീക്കാണ്, അതായത് വേറെ പാടില്ല എന്നുള്ളത് കൊടുത്തു. പിൻകോഡ് എന്നുള്ളൊരു ക്യാരക്ടർ ഫീൽഡാണ്, മാക്സിമം 10 വരണം എന്ന് പറഞ്ഞു. ഇവിടെ ഏരിയ എന്താ വെച്ചാൽ, അതായത് ഈ ഒരു യൂസർ നെയിം ഉണ്ടല്ലോ അത് ഫ്രണ്ടിലായിട്ട് കാണാം. അത് എന്താ നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. അതായത് ആ യൂസർ നെയിം അത് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണണം, അത്രേ ഉള്ളൂ. നമുക്കിതൊന്ന് നോക്കിയപ്പോൾ എങ്ങനെ വരുന്നതെന്നല്ലേ. അപ്പം അഡ്മിനിൽ ഈ സാധനം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് വരുള്ളൂ. അപ്പം അഡ്മിൻ്റെ കോഡ് നമുക്ക് ഇവിടെ ഉണ്ടാവും, നിങ്ങളത് നോക്കുക. ഉണ്ടോ? ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇങ്ങനെ കൊടുത്താൽ മതി. ഇതൊന്നും കൂടി കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള അഡ്മിൻ രജിസ്റ്ററാണ്, ഒന്നും കൂടി മോഡേൺ ആയ അഡ്മിൻ പാനൽ വരുന്നതാണ്. ഇപ്പോൾ പ്രൊഫൈലാണ്, അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ എന്ന് കൊടുക്കുക. ഇനി മോഡൽസിനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം, പ്രൊഫൈലിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ അഡ്മിൻ ഇമ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും വേണ്ടല്ലേ. പ്രൊഫൈൽ അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്ററിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കൊടുക്കണം. പ്രൊഫൈൽ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് പ്രൊഫൈൽ കൊടുക്കുക. സോ സിമ്പിൾ. ഇതൊന്ന് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ പറഞ്ഞൊരു സംഭവം ഇവിടെ കാണാം. മൈഗ്രേഷൻസ്. അപ്പോൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു പ്രൊഫൈൽ എന്നുള്ള, മൈഗ്രേറ്റ് കൊടുക്കുക. അപ്പോൾ അത് അപ്ലൈ ചെയ്യും, നമുക്ക് റൺ ചെയ്യാം. ഫൈൻ. ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫൈൽ മോഡൽ ക്രിയേറ്റ് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏത് യൂസറിൻ്റെ പേര് സെലക്ട് ചെയ്യുക, ഫുൾ നെയിം സെലക്ട് ചെയ്യുക, അഡ്രസ്സ് സെലക്ട് ചെയ്യുക, ഫോൺ നമ്പർ, പിൻകോഡ്. ഒരു കാര്യം ഇതിൽ വന്നിട്ടില്ല. എന്താണ്? പ്രൊഫൈലിൽ നമ്മൾ ഇമേജസ് ഒക്കെ വരട്ടെ, നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. നോക്കാം. നിങ്ങൾക്ക് പ്രൊഫൈൽ വേണമെങ്കിൽ അങ്ങനെ കൊടുത്തോളി, നമ്മളിത് ചെയ്തിട്ടില്ല ഇതിൽ. അല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി, നിങ്ങളിഷ്ടം. അത് ഞാൻ ചെയ്തിട്ടില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊഫൈൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തിടാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതത്രേ ഉള്ളൂ. ഇനി പ്രൊഫൈൽ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇനി എല്ലാ മോഡൽസും നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാം. കാറ്റഗറി മോഡലുണ്ട്, സെയിം സ്റ്റെപ്പ് തന്നെ കേട്ടോ. കാറ്റഗറി മോഡൽ ക്രിയേറ്റ് ചെയ്തു. ഇതൊന്നുമില്ല, നെയിം ഫീൽഡ് ആണ്, എന്താ കാറ്റഗറിൻ്റെ പേര് എന്നുള്ളത് കൊടുക്കണം. അത് മുകളിൽ കാണാൻ വേണ്ടി അതിൻ്റെ കാറ്റഗറിൻ്റെ നെയിമും അഡ്മിൻ പാനലിൻ്റെ ഇവിടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫൈൻ str സെൽഫ് റിട്ടേൺ. ആ ഒരു നെയിം നമുക്ക് റിട്ടേൺ ചെയ്ത് ആ നെയിം അവിടെ കാണാം. അടുത്തത് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളാണ്. ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റിൽ വരുന്നത് ക്യാരക്ടർ ഫീൽഡ് നെയിം വരുന്നുണ്ട്. കാറ്റഗറി എന്നുള്ളത്, അതായത്
ഈ ഒരു കാറ്റഗറി ഫീൽഡ് ആയിട്ടുള്ളതിൻ്റെ കണക്ഷനാണ്. ഫോറിൻ കീ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈസിൻ്റെ എന്താണെന്നുള്ളത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇമേജ് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ കയറിക്കോളും. സ്റ്റോക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കാർട്ടിൻ്റെ കാര്യങ്ങളാണ്. കാർട്ട് മോഡലാണ്. യൂസർ നെയിം അവിടെ എടുക്കും, കാർട്ടിൽ യൂസർ നെയിം എടുക്കും. പിന്നെ പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് അവിടെ എടുക്കും. പിന്നെ അത് നെയിം ഷോ ചെയ്യണം, അതിനെ കൊടുത്തു. റിവ്യൂവിൻ്റെ ഒരു സെഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിവ്യൂവിൻ്റെ മോഡലാണ്. ആ യൂസറിൻ്റെ പേരും എന്താണ്, യൂസറിനെ കിട്ടണമല്ലോ. പിന്നെ പ്രൊഡക്റ്റ്, റേറ്റിംഗ്, കമൻറ്റ്, എന്താ കമൻറ്റ് ചെയ്യാനുള്ള ക്രിയേറ്റഡ് ഡേറ്റും അത് നമ്മളവിടെ കൊടുത്തു. അടുത്തത് വരുന്നത് എന്താണ്, അടുത്തത് ഓർഡറിൻ്റെ കാര്യങ്ങളാണ്. ഓർഡർ നമ്മൾ 2 ഓപ്ഷനാണ് കൊടുക്കുന്നത്, ക്യാഷ് ഓൺ ഡെലിവറിയും ട്രാൻസ്ഫർ പേയും. ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തു. പിന്നെ സ്റ്റാറ്റസ് പെൻഡിങ് ആണോ, കൺഫേം ആണോ, പ്രോസസ്സിംഗ് ആണോ, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ടോട്ടൽ എമൗണ്ട് എത്ര, പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണെന്നുള്ളത് സെലക്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ സ്റ്റാറ്റസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചോയ്സ് ചെയ്യാനുള്ള സെലക്ഷന് വേണ്ടി കൊടുത്തതാണ്. അതിൻ്റെ യൂസർ നെയിമാണ് കിട്ടും. അതൊക്കെ ഓർഡർ ഐറ്റത്തിൻ്റെ ഇത് കൊടുത്തു. പിന്നെ വരാനുള്ളത് ട്രാക്കിംഗ്. സാധനം എവിടെ എത്തി നമുക്ക് അറിയട്ടെ. അതിൻ്റെ ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് മനസ്സിലാവും. കുറേ ഫോറിൻ കീ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1-to-1 റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ്. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഇത് ഫുള്ളായിട്ട് എടുക്കാം നമുക്ക് ഉള്ളൂ. എല്ലാ അഡ്മിനും നമുക്ക് രജിസ്റ്റർ ചെയ്യണമല്ലോ. അഡ്മിൻ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവിടെ കാണുള്ളൂ കേട്ടോ. അഡ്മിൻ പാനൽ ഞാൻ ഫുള്ളായിട്ട് കളഞ്ഞു, രജിസ്റ്റർ ചെയ്തു. എഫ് എടുത്തിട്ടില്ല. ഈ കേസ് ഒന്ന് മൈഗ്രേറ്റ് ചെയ്ത് നോക്കാം. അവിടെ ഒരു ഇറർ പില്ലോൻ്റെ വന്നിക്കണ്. അപ്പോൾ പില്ലോ എന്ന് പറഞ്ഞാൽ ഇമേജിന് വേണ്ടിയുള്ളതാണ് പില്ലോ. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താലേ ഇമേജ് കാണുള്ളൂ. പിപ്പ് ഇൻസ്റ്റാൾ പില്ലോ. പില്ലോ ഇൻസ്റ്റാൾ ആയി. ഇനി മൈഗ്രേറ്റ് ചെയ്യാം. മൈഗ്രേഷൻസ് എല്ലാ മോഡലും ക്രിയേറ്റ് ചെയ്തു. ഞാൻ മൈഗ്രേറ്റ് കൊടുക്കാം. അപ്ലൈ കൊടുക്കാം. ഇത് റൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ കാണാം. എവിടെ എല്ലാതും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കാറ്റഗറി ആയി, ഓർഡർ ഐറ്റംസ് ആയി, ഓർഡറായി, പ്രൊഫൈലായി, റിവ്യൂ ആയി, ട്രാക്കിംഗ് ആയി. ഇനി നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അത് നമുക്ക് പോവേ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കും. ഇതുവരെ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലോഗിൽ നോക്കാം. ഇങ്ങനെ നമുക്കിത് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ഇതൊന്നുകൂടി അഡ്വാൻസ് ലെവലായിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എങ്ങനെ അത് മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞാലും നമ്മൾ അത് പരിഹരിക്കാം. ഓക്കെ അല്ലേ? എത്തേലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമുക്കിവിടെ ഒരു പ്രൊഫൈൽ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമുക്കിനി ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കി ചെയ്യാം. അതായത് രജിസ്റ്റർ, ലോഗിൻ, ലോഗൗട്ട്, ഈ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ ഗൈസ്.